കഞ്ഞി വെക്കാം, പക്ഷെ ചമ്മന്തി അരയ്ക്കണം നിനക്കിട്ടതിന്. വേണ്ട, എന്തെങ്കിലും നിസ്സാരമായിട്ട് തേങ്ങ അരച്ചിട്ടൊരു കൂട്ടാൻ വെച്ചാ. അങ്ങനെ വഴിക്ക് വന്നാൽ എല്ലാവർക്കും കൊള്ളാം. നിങ്ങൾ വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം, അല്ലെങ്കിൽ പോകാം. ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചാണ്ട് ഇങ്ങനെ വെക്കത്തില്ല. അയ്യാ പോകല്ലേ, അയ്യാ പോകല്ലേ, അയ്യാ പോകല്ലേ എന്നൊന്നും ഞാൻ പറയില്ല. തുറന്നങ്ങ് വിട്ടേക്കുക. നിങ്ങൾക്ക് പോകാം വരാം, പോകാം വരാം, പോകാം വരാം. പേരെന്താന്ന് പറഞ്ഞേ? പറഞ്ഞിട്ടില്ല. എന്താ പറയില്ലേ? പറയും. ആങ്കി പറ. ആന്റണീന്നാ. എന്ത് ഗണി? ആന്റണി. ഗുഡ് നൈം, ആന്റി ഗണി. ശ്രദ്ധിക്കാം, സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഈസി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഘണ്ടുവിലേ ഇല്ല. ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. കാള കിടക്കും കയറോട്. എന്ത് അറിയില്ല? പരമകഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 2 മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. എന്താണ്? പെട്ടെന്ന് പറ. അറിയില്ല? കഷ്ടം. എന്നാൽ നിങ്ങൾക്ക് പറയാൻ എളുപ്പത്തിന് ഇതിനേക്കാൾ വെറും ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാം. സൈക്കിൾ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പോകുന്നത് എന്തുകൊണ്ട്? അതും അറിയില്ല? ഇരിക്കടോ. പിന്നെ എന്തിനാ നിങ്ങൾ ഡ്രൈവർ പണിക്കെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഓടി വന്നത്? ശരി, അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കും. അതിനെങ്കിലും ഉത്തരം പറഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് ഡ്രൈവർ പണി ചെയ്യാം. ക്വസ്റ്റ്യൻ ആലോചിച്ച് മാത്രം ഉത്തരം പറയുക. കിക്കിലിക്കും കിളികിലിക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. സത്യത്തിൽ എന്റെ അസുഖം എന്താണെന്നറിയോ? ഞങ്ങൾ ഈ ഒരു 6 അക്കരെ ഇക്കരെയാണല്ലോ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ ഇക്കരെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോ അവിടെ ആൾക്കാർ നിന്ന് കുളിക്കും. അത് ആരൊക്കെയാണെന്നൊന്നും വ്യക്തമാവുന്നില്ല. എങ്ങനെ? അത് ആരൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആവുന്നു. നിന്നെ സഹായിക്കാൻ പറ്റിയ ഒരേ ഒരാളെ ഈ നാട്ടിലുള്ളൂ. കോളേജിൽ പഠിക്കണ പട്ടിയാ. അല്ല, കോളേജിൽ പഠിക്കണ കുട്ടിയാ. ഈ നാട്ടിൽ അല്പമെങ്കിലും വിവരവും വിദ്യാഭ്യാസം ഉള്ളത് അവൾക്കാ. അവള് വിചാരിച്ച നിന്നെ സഹായിക്കാൻ പറ്റും. ആരത്? കറുപ്പയ്യസ്വാമിയുടെ മകളാ. ഓ, എന്താ പേര്? പേര് മീല തുടങ്ങണത്, നായിൽ അവസാനിക്കും. എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരമുള്ളൂ. മീന. മീന, അത് തന്നെ, അതന്നെ മീന. അക്ക, ചക്ക, തങ്കച്ചി, நான் உன்னை விட மாட்டேன், நீ என் புன்னகை மன்னன், വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. എന്താണ് അവിടെ? ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിത്തിരി തമിഴ് പഠിക്കാമെന്ന് കരുതി. ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ? ഓടാ, സന്ദർഭം കിട്ടിയപ്പോ നേരാൻ വേണ്ട എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത്. പോടാ പൈത്യക്കാരാ, പോയി തൂങ്ങടാ, ഇല്ലെങ്കിൽ കൊന്നിടുവേ. ഭക്ഷണപ്രേമികൾ, പാചകത്തിൽ താല്പര്യമുള്ളവർ, ഫുഡ് വ്ളോഗേഴ്സ്, ഇവർക്കൊക്കെ ഈ ആഴ്ച അത്ര ശുഭകരമായിരിക്കില്ല. പാല് തിളച്ചു തൂവി പോവുക, കുക്കറിന്റെ വിസില് കേൾക്കാതിരിക്കുക, കടുക് പൊട്ടിത്തെറിക്കുക, കൂട്ടുകാരെ അയച്ചതിന് കൂടി നമ്മൾ ബില്ല് കൊടുക്കേണ്ടി വരിക. ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഭയമല്ല, ജാഗ്രതയാണ് പ്രധാനം.